ഇതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. മരണത്തിന് ഇതൊന്നും മാനദണ്ഡമല്ല. രോഗവും വേണ്ട, ആരോഗ്യം ഉള്ളവനാണെങ്കിലും പ്രശ്നമില്ല, വയസ്സാവും വേണ്ട, പ്രസവിച്ച കുട്ടി 2 മാസം കഴിഞ്ഞിട്ട് ഒരു പ്രായത്തിനോ സമയത്തിനോ കാലത്തിനോ യാതൊരു പ്രത്യേകതയും വ്യത്യാസമൊന്നും നിശ്ചയിക്കാത്തൊരു സംഗതിയാണ് ഈ മരണം. അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ചുള്ള ഓർമ്മ അധികരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണസ്മരണ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഫമാ ദക്കറഹു അബ്ദുൻ ഖത്തു വഹുവ ഫീ ളീഖിൻ ഇല്ലാ വസ്സഅഹു അലൈഹി. പ്രയാസവും ടെൻഷനും ബുദ്ധിമുട്ടും വരുന്ന നേരത്ത് ഒരടിമ മരണത്തെ ഓർത്തു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൻ്റെ പ്രയാസങ്ങളൊക്കെ നീങ്ങിയിട്ട് മനസ്സിനൊരു വല്ലാത്ത വിശാലത കൈവരും. വലാ ദക്കറഹു വഹുവ ഫീ സഅത്തിൻ, നല്ല സന്തോഷമുള്ള നേരത്തും വേണം മരണചിന്ത വേണം. കാരണം അത് അവൻ്റെ മനസ്സിൻ്റെ ആ തെറ്റായ ചിന്താഗതികളിലേക്ക് പോകാനുള്ള താല്പര്യത്തെ ഒന്ന് ചുരുക്കിക്കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് സദാ ഇത് വേണമെന്നാ പറയുന്നത്. സദാ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. എന്താണ് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടുള്ള ഗുണം? ചിന്തിക്കാതിരുന്നാലുള്ള നഷ്ടം എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, മൻ അക്സറ മിൻ ദിക്രിൽ മൗതി, ആർക്കെങ്കിലും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ അധികമുണ്ടായി കഴിഞ്ഞാൽ, മരണചിന്ത ഒരാളിൽ അധികരിച്ചു കഴിഞ്ഞാൽ ഉക്രിമ ബിസലാസതി അശിയാ, 3 കാര്യങ്ങൾ കൊണ്ട് അവൻ ആദരിക്കപ്പെടും. 3 ഗുണങ്ങൾ അവനിൽ കൈവരും. 1 തഅജീലു തൗബ, 2 ഖനാഅത്തുൽ ഖൽബ്, 3 നശാത്തുൽ ഇബാദ. ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? തഅജീലു തൗബ. തൗബയുടെ കാര്യത്തിൽ വളരെ ധൃതി കൂട്ടും. മരിക്കണല്ലോ എന്ന ചിന്തയുള്ള മനുഷ്യൻ തൗബ പിന്നേക്ക് നീട്ടിവെക്കൂല. ഉടനെ തൗബ ചെയ്യും. കാരണം എന്നൊക്കെ നീട്ടിവെക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഒരു ഉംറക്ക് പോകുമ്പോൾ ഒക്കെ ശരിയാക്കാം, ഹറമെന്ന് തോർക്കാം. ഹജ്ജ് ഉംറയൊക്കെ കഴിഞ്ഞാൽ ഉമ്മ പ്രസവിച്ച 1-ാമത്തെ തീയതി പോലത്തെ ശുദ്ധ ഹൃദയമാണ്. അപ്പം ഇങ്ങനെ പഠിച്ചു പൊളിച്ച് കുറച്ച് സാമ്പത്തികമോ മറ്റൊന്നും നോക്കണ്ട, എല്ലാ നിലക്കും അങ്ങനെ ജീവിച്ച് അവസാനം ഒരു ഹജ്ജിനൊക്കെ പോകാം. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പോകുമ്പോൾ ഒരു ഹജ്ജൊക്കെ ചെയ്ത് നാട്ടിൽ പോവുക. എന്നാൽ പിന്നെ ഇവിടുന്ന് നടത്തിയ എല്ലാ തെമ്മാടിത്തവും തോന്നിയാസവും നീ എങ്ങനെ പൈസ ഉണ്ടാക്കിയതും കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ നാവ് കൊണ്ടോ ഒക്കെ നീ എന്തെന്നെ ചെയ്താലും അതൊക്കെയാണ് പൊറുക്കപ്പെടുമല്ലോ. അങ്ങനെ ചിന്തിക്കുന്നില്ലേ ഒരുപാട് ആളുകൾ? ഇനിയിപ്പോൾ ഇയാളോടെ ബാക്കിയുണ്ടോ? അത് മരണചിന്ത ഇല്ലാതിരുന്നാലുള്ള വമൻ നസിയൽ മൗത ഉഖിബ ബിസലാസതി അശിയാ ആണ് അതിൻ്റെ അടുത്ത വാചകതാണ്. മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഒരാളിൽ നിന്ന് വിട്ടുപോയി മരണം മറന്ന് ജീവിച്ചാൽ അവന് 3 കാര്യങ്ങൾ കൊണ്ട് ശിക്ഷിക്കപ്പെടും. അതിലൊന്ന് പറഞ്ഞൊരു തസ്വീഫു തൗബ എന്നാണ്. തൗബ നീട്ടിവെക്കുന്നു, പിന്നെ ആവാന്ന് വിചാരിക്കും. എപ്പോഴാ മരിക്കാന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ഉടനെ തൗബ ചെയ്യും. അല്ലാത്തവനോ പിന്നെ ആവാ, ഒരു റമദാൻ മാസം വരട്ടെ, അല്ലെങ്കിൽ ഹറമിൽ ഉംറക്ക് പോകുമ്പോൾ നോക്കാം, നീട്ടിവെക്കൂല. സത്യവിശ്വാസികളുടെ ഗുണം തന്നെ എന്താണ്? ഉടനെ തൗബ ചെയ്യലാണല്ലോ. ഉടനെ തൗബ ചെയ്യുന്നതാണ് വിശ്വാസികൾ. അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കുള്ളൂ എന്നാണ്. ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാല സുമ്മ യതൂബൂന മിൻ ഖരീബ്. അള്ളാഹു തൗബ സ്വീകരിക്കുന്നത് ആരുടേത് മാത്രമാണ്? ഇന്നമാ എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്ന കാര്യം താഴെ പറയുന്ന ഗുണങ്ങളുള്ളവരിൽ മാത്രം പരിമിതമാകും എന്നാണ് ആ ഭാഷാ നിയമം. ഇന്നമത് തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാലത്തിൻ, അവിവേകം കൊണ്ട് അവർ തെറ്റ് ചെയ്തു പോയി. സുമ്മ യതൂബൂന മിൻ ഖരീബ്, പിന്നീട് അതാ അവർ ഉടനെ തന്നെ തൗബ ചെയ്യുന്നു. ഖരീബ് എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത സമയം, നീട്ടിവെക്കൂല. ഉടനെ തൗബ ചെയ്യുക. ഓരോ പാപങ്ങളും സംഭവിച്ചു പോയാൽ ഉടനെ തൗബ ചെയ്യും, പിന്നേക്ക് നീട്ടിവെക്കൂല. കാരണം പിന്നെ എന്ന് പറയുന്ന അടുത്ത ഭാവിയിൽ നമ്മളുണ്ടോ? തൗബ ചെയ്യാൻ നമ്മളുണ്ടോ? അതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള ചിന്ത അധികരിപ്പിച്ചാൽ ഒന്നാമതുണ്ടാകുന്ന നേട്ടം തൗബ ചെയ്യാൻ ധൃതി കൂട്ടും. 2-ാമത്തെ നേട്ടം വഖനാഅത്തുൽ ഖൽബി, ഹൃദയത്തിന് എപ്പോഴും ഒരു സംതൃപ്തി ഉണ്ടാകും. ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ഒരു മനസ്സുണ്ടാകും. വഖനാഅത്തുൽ ഖൂതി എന്നും കാണാം ചില റിപ്പോർട്ടുകളിൽ.
അഥവാ മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന വിഭവങ്ങളെക്കുറിച്ച് പോരാ എന്ന ചിന്തയല്ലേ നമ്മെ അസ്വസ്ഥരാക്കുന്നത്? നമ്മുടെ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്നത് എന്താണ്? ജീവിതത്തിൽ ആശിച്ചതുപോലെ വിഭവങ്ങൾ കൈവന്നില്ല, സുഖങ്ങൾ കൈവന്നില്ല, സൗകര്യങ്ങൾ കിട്ടിയില്ല. ആ നഷ്ടബോധമാണ് പലപ്പോഴും മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നത്. ഉള്ളതിൽ തൃപ്തിപ്പെടാനൊട്ട് തോന്നുന്നുമില്ല. അതേ അവസരത്തിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്ത വന്നാൽ കിട്ടിയത് തന്നെ ലാഭമാണ്, കിട്ടിയത് തന്നെയും എനിക്ക് മതിയല്ലോ, അതെങ്കിലും റബ്ബ് തന്നല്ലോ, ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാകുന്നു. മരണചിന്ത മാറിപ്പോയാലോ ജീവിതത്തിൽ അള്ളാഹു കൊടുത്തതിൽ അവന് തൃപ്തി നഷ്ടപ്പെടും. എപ്പോഴും മനസ്സിന് ടെൻഷനായിരിക്കും. കിട്ടിയില്ല, തികഞ്ഞില്ല, ഞാനെന്താണാവോ ഇങ്ങനെ, എന്നെപ്പോലെയുള്ളവരൊക്കെ പലരും നേടി, ഞാനിപ്പോഴും കഷ്ടപ്പാടിലാണ്. ഉള്ളതിൽ തൃപ്തിപ്പെടാൻ കഴിയില്ല. കാരണം എന്താ? മരണചിന്തയില്ല. മരണചിന്ത ഉണ്ടെങ്കിലോ അത്രയും കിട്ടിയല്ലേ ഖൈർ എന്ന ചിന്തയാണ് വരുന്നത്. മൂന്നാമത്തെ ഗുണം വനശാത്തുൽ ഇബാദ, ഇബാദത്തുകൾക്ക് വലിയ ഉന്മേഷവും ഉത്സാഹവും ഉണ്ടാകും. മരണചിന്ത അധികരിക്കുന്തോറും ഇബാദത്തുകൾക്ക് വലിയ ഉത്സാഹമായിരിക്കും, ഉന്മേഷമായിരിക്കും, താല്പര്യമായിരിക്കും. മരണചിന്ത പോയാലോ ഇബാദത്തുകളോട് വലിയ ഉദാസീന നയമായിരിക്കും, മടിയായിരിക്കും, ആലസ്യമായിരിക്കും, താല്പര്യം ഉണ്ടാവില്ല. അതിൻ്റെ ശറഹും തഫ്സീറൊന്നും നമ്മൾ എവിടെയും തേടി പോകണ്ട, നമ്മളെ ജീവിതം എടുത്തു നോക്കിയാൽ മതി. മരണത്തെക്കുറിച്ച് ചിന്ത വന്നാൽ സുബഹിക്ക് അവിടെ കിടന്നുറങ്ങാൻ കഴിയോ? നല്ല സുഖമായി നല്ല തണുപ്പും ആസ്വദിച്ചുകൊണ്ട് നല്ല പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ സുബഹിയുടെ സമയമായിട്ടും എഴുന്നേൽക്കാൻ നമുക്കെന്താ തോന്നുന്നത്? റബ്ബേ, മരിക്കണമല്ലോ, പരലോകമുണ്ടല്ലോ, വിചാരണയുണ്ടല്ലോ, ഖബറിൽ പ്രത്യേകം ശിക്ഷയുണ്ടല്ലോ. അതേ ഖുർആൻ പഠിച്ച് ഹദീസ് പഠിച്ചിട്ട് നിസ്കാരത്തിൻ്റെ വലിയ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കിടന്നുറങ്ങിയാൽ ഈ തലയണയിൽ വെച്ച തലനാള് പരലോകത്ത് ബർസഖിന്റെ ലോകത്ത് വെച്ച് തന്നെയും ശക്തമായ പാറക്കല്ല് കൊണ്ട് ഇടിച്ച് ചതച്ച് തതച്ചരക്കുമല്ലോ. ആ കഠിനമായ ശിക്ഷയല്ലേ ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ശിക്ഷയായിരുന്നല്ലോ അത്. അള്ളാഹിന്റെ റസൂലിന് കാണിക്കപ്പെട്ട ഒരു വിധം ശിക്ഷയിൽ ഒരു മനുഷ്യന്റെ തലയുടെ ഭാഗത്ത് നിന്ന് ഒരാളതാ വമ്പിച്ച പാറക്കല്ലെടുത്തുകൊണ്ട് മനുഷ്യന്റെ തലയിലേക്ക് അങ്ങ് എറിയുകയാണ്. ആ തല മുഴുവനും അങ്ങ് ചതഞ്ഞരഞ്ഞു പോവുകയാണ്. ചതഞ്ഞരഞ്ഞു പോകുന്ന തലയുടെ ഭാഗത്ത് നിന്ന് എറിയപ്പെട്ട കല്ലങ്ങ് ഉരുണ്ടുരുണ്ട് പോവുകയാണ്. ആ ഉരുണ്ടു പോകുന്ന പാറക്കല്ലിൻ്റെ സമീപത്തേക്ക് ഈ എറിഞ്ഞ വ്യക്തി പോയിട്ട് ആ കല്ലെടുത്തിങ്ങോട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഈ മനുഷ്യന്റെ ചതഞ്ഞരഞ്ഞ തല വീണ്ടും ആരോഗ്യമുള്ള തലയായി മാറിയിട്ടുണ്ട്. വീണ്ടും എറിയുന്നു, കല്ല് തെറിച്ചു പോകുന്നു. മടങ്ങി വരുമ്പോഴേക്ക് വീണ്ടും തല പൂർവ്വസ്ഥിതിയിലാകുന്നു. ഇങ്ങനെ നിരന്തരം തല തല്ലിച്ചതക്കുന്ന രൂപത്തിലുള്ള ഒരു ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ട് മനസ്സ് പൊട്ടിയിട്ട് കൂടെ ഉണ്ടായിരുന്ന മലക്കിനോട് ചോദിച്ചു, മൻ ഹഉലായി യാ ജിബ്രീൽ, ആരാ ഇവര്? എന്താ ഇവരിങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത്? കാരണം എന്താ പറഞ്ഞതെന്നറിയാമോ? നാമ അനിസ്സലാ, നിസ്കാരത്തിൻ്റെ കാര്യം അറിഞ്ഞിട്ടും അത് പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും അവൻ സുഖമായി കിടന്നുറങ്ങിയവനാണ്. അവൻ ജമാഅത്തിനെത്തിയിട്ടില്ല, അവൻ നിസ്കാരത്തെ നഷ്ടപ്പെടുത്തിയവനാണ്. ആ ചിന്ത വരുമ്പോൾ പിന്നെ ഉറങ്ങാൻ കഴിയുമോ? ആ ചിന്തയുള്ളപ്പോൾ നമ്മുടെ ബെഡ് എത്ര വിശാലമായ, എത്ര മാർദ്ദവമുള്ള മൃദുലമായ കട്ടിലും തലയണയും ബെഡുമൊക്കെയാണെങ്കിലും കിടന്നാൽ കിടക്കാൻ കഴിയുമോ? ചാടി എഴുന്നേൽക്കില്ലേ പ്രിയപ്പെട്ടവരെ? അപ്പം എന്താണ് ആ മനുഷ്യന് ഇബാദത്തിന് ഉന്മേഷം കൊടുത്തതും മരിക്കണമല്ലോ എന്ന ചിന്ത. എഴുന്നേൽക്കാൻ തോന്നാത്തതിൻ്റെ കാരണം എന്താണ്? അവൻ മരണത്തെ മറന്നിട്ടുണ്ട്. അപ്പം മരണചിന്ത വന്നാലുള്ള ഗുണം ഇതൊക്കെയാണ്. തൗബ അധികരിപ്പിക്കും നമ്മൾ. തൗബ പെട്ടെന്ന് തൗബ ചെയ്യും. അതുപോലെ തന്നെ ജീവിതത്തിൽ അള്ളാഹു എനിക്കെന്താണോ നൽകിയത്, ആ വിധിച്ച എനിക്ക് നൽകിയ വിഭവങ്ങളെ കൊണ്ട് ഞാൻ സംതൃപ്തനാകും. അങ്ങനത്തെ ഒരു മനസ്സെനിക്കുണ്ടാകും. മൂന്നാമതായി ഇബാദത്തിൽ എനിക്ക് വലിയ താല്പര്യമുണ്ടാകും. അല്ലെങ്കിൽ ഇത് മൂന്നും നഷ്ടപ്പെടും. അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ഹസദ് കുറയും.
മൻ അക്സറ ദിക്റൽ മൗതി ഖല്ല ഹസദുഹു. മരണചിന്ത ഒരാൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അസൂയ പോകും, അസൂയ കുറയും. വഖല്ല ഫറഹുഹു, വഴിവിട്ടുള്ള നെകളിപ്പും ആഹ്ലാദവും പുളകം കൊണ്ടുള്ള നടക്കലുമൊക്കെയുണ്ടല്ലോ, അതങ്ങ് അവസാനിക്കും. പൊട്ടി പൊട്ടി ചിരിക്കുന്നുണ്ടല്ലോ ഒരുപാട്. ഇന്നത്ര ആളുകളാണ് ചിരിക്കാൻ വേണ്ടി പ്രോഗ്രാമുകൾ ഉണ്ടാക്കുന്നു, കാണുന്നു, ചിരിക്കാനായിട്ട് മാത്രം. കണ്ടിട്ടില്ലേ? പൊട്ടി പൊട്ടി ചിരിക്കാനായിട്ട് പ്രോഗ്രാമുകൾ പലതും ഉണ്ടാക്കുകയാണ്. അത് നമുക്ക് നൽകുന്നു, നമ്മൾ ഷെയർ ചെയ്യുന്നു. എന്തിനാ? കുട്ടുകുട്ടോ ആർത്ത് ചിരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും പൊട്ടിച്ചിരിച്ചിട്ടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും പൊട്ടിച്ചിരിച്ചിട്ടില്ല. ഒരർമാദിച്ചുള്ള ചിരിയുണ്ടല്ലോ, ചിരിച്ചിട്ടില്ല എന്നാണ്. വാസ്തവത്തിൽ ചിരിക്കാൻ അർഹത അവിടുത്തേക്കല്ലേ ഉള്ളത്? സ്വർഗമോർത്തിട്ട് ഉറപ്പിച്ച ആളല്ലേ, ചിരിച്ചിട്ടില്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചിരിക്കൊരു പരിധി ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടുന്ന് പറയുകയും ചെയ്തു, സഹാബിമാരോട് പറഞ്ഞു, ഈ ഉമ്മത്തിനോട് പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലമു ലൗ തഅലമൂന മാ അഅലമു, എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാമായിരുന്നുവെങ്കിൽ, ഞാൻ അറിഞ്ഞത് മുഴുവനും നിങ്ങളങ്ങ് അറിഞ്ഞിരുന്നുവെങ്കിൽ, ലളഹിഖ്തും ഖലീലാ, നിങ്ങൾ വളരെ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ. വലബകൈതും കസീറാ, നിങ്ങൾ ധാരാളം ധാരാളം പൊട്ടി പൊട്ടി കരയുമായിരുന്നു. നമുക്ക് ചിരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടറിയോ? നമ്മൾ പലതും മനസ്സിലാക്കിയിട്ടില്ല, നമ്മൾ പലതും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണചിന്ത അധികരിപ്പിക്കണം. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ വേണം. അതിനുള്ള പല മാർഗങ്ങൾ നമുക്ക് അല്ലാഹു നിശ്ചയിച്ചു തന്നില്ലേ? നിത്യജീവിതത്തിൽ തന്നെയും മരണത്തെക്കുറിച്ച് ഓർക്കുന്ന എത്രയെത്ര സംഭവങ്ങളാ നിത്യജീവിതത്തിൽ തന്നെ നമ്മൾ അറിയാതെയാണെങ്കിലും നമ്മൾ പറഞ്ഞു പോകുന്നില്ലേ? ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിലേ നമ്മയത് ഓർമ്മിപ്പിക്കുന്നില്ലേ? രാവിലെ ഉറക്കമുണരുമ്പോൾ എന്താ പറയാൻ പഠിപ്പിക്കപ്പെട്ടത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഞങ്ങളെ മരിപ്പിച്ച് കിടത്തിയതിൻ്റെ ശേഷം ഞങ്ങൾക്ക് വീണ്ടും ജീവൻ നൽകിയവനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വഇലൈഹിൻ നുശൂർ, അവങ്കലേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അവിടെ മരണവും ഖബറും പരലോകമൊക്കെ ഓർപ്പിക്കുന്നുണ്ട്, എഴുന്നേൽക്കുമ്പോൾ തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾക്കൊരു പ്രത്യേകത ഉള്ളത് എന്താ അറിയോ? ഈ ദിക്ർ ചൊല്ലുന്ന ആളുകൾ തന്നെ ദിക്റിൻ്റെ അർത്ഥമൊന്നും അറിയുന്നവരല്ല, അത് ചിന്തിച്ചു പറയുന്നവരുമല്ല. നമ്മളെപ്പോഴും പറയുന്നതാണ്, ദിക്റുകളാകണമെങ്കിൽ, അതിൻ്റെ പൂർണ്ണ പ്രതിഫലം കിട്ടണമെങ്കിൽ ലിസാൻ മാത്രം പങ്കെടുത്താൽ പോരാ, ഖൽബും കൂടി പങ്കെടുക്കണം എന്ന്. ലിസാന് കൊണ്ട്, നാവ് കൊണ്ട് പറയുന്നത് ഖൽബ് അറിയണം. അതെപ്പോഴാ? അത് ആശയം അറിയുമ്പോഴാ. എഴുന്നേൽക്കുമ്പോൾ തന്നെ ഖബറിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് പോകുന്ന ഒരു ഓർമ്മയാണ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് ഇറങ്ങണീനെ പറ്റി ഓർമ്മിപ്പിക്കുന്നത്. മരണം എന്ന് ഉറക്കുക എന്ന് പറഞ്ഞാൽ ഒരു മിനി മരണമാണ്. ആ മരണത്തിൽ നിന്ന് വീണ്ടും ഹയാത്ത് നൽകിയത് കൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റത്. എത്രയോ ആളുകൾ ആ ഉറക്കത്തിലെയാണ് മരിച്ചു പോവുകയാണ്. അപ്പോൾ തുടക്കത്തിൽ, ഒരു ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനിയോ നമ്മൾ എഴുന്നേറ്റ്, നമ്മൾ രാത്രി എഴുന്നേറ്റാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണൊക്കെ ഇങ്ങനെ തിരുമ്പി ഉറക്കച്ചടവൊക്കെ മുഖത്തിനൊന്നും ഇങ്ങനെ തടവി ആക്കുന്ന സമയത്ത് ആലി ഇമ്രാന്റെ അവസാനത്തെ 10 ആയത്തോതലുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ് എന്ന് തുടങ്ങുന്ന ആയത്തുകളിൽ അതിലൊരു ഭാഗത്ത് ഇങ്ങനെ വരുന്നു, റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. ഞങ്ങളെ പുണ്യവാന്മാരോടൊപ്പം നീ മരിപ്പിക്കണേ. ആ 11 ആയത്തുകളിൽ ഒരായത്തിൻ്റെ ശകലം അങ്ങനെയാണ്. പുണ്യവാന്മാരായ ആളുകൾ മരിക്കുന്ന മരണം ഞങ്ങൾക്ക് തരണമെന്ന്, ഹുസ്നുൽ ഖാത്തിമത്ത് തരണം, നല്ല അന്ത്യം. അബ്റാറുകളായ ആളുകൾ എങ്ങനെയാണോ മരിക്കുക അതേപോലെയുള്ള മരണം നടന്നിട്ട് അവരോടൊപ്പം ചേർത്ത് തരണം എന്നാണ്. അപ്പൊ രാവിലെ തന്നെ 2 ഓർമ്മയായി. നിസ്കാരത്തിലേക്കാണ് പ്രവേശിച്ചു കഴിഞ്ഞാലോ, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി, നിശ്ചയം എൻ്റെ നിസ്കാരം, എൻ്റെ മറ്റനുഷ്ഠാന കർമ്മങ്ങൾ, എൻ്റെ ജീവിതം, വമമാതി, ഞാൻ മരിക്കുമ്പോൾ ആ മരിക്കുന്ന ദിവസം വരെ
എൻ്റെ മരണവും നിന്റെ തൃപ്തിയിലാണ്, നീ തൃപ്തിപ്പെടുന്ന രൂപത്തിലായിരിക്കും റബ്ബേ, നിനക്ക് വേണ്ടിയായിരിക്കും എന്ന് പറയുന്നു. കേട്ടോ, അടുത്ത നിസ്കാരത്തിലായി. നിസ്കാരത്തിൻ്റെ തുടക്കത്തിലുണ്ട്. ഇനി അവസാനിപ്പിക്കുന്നതിൻ്റെ മുമ്പ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിൻ നാർ, നരകശിക്ഷയില്ലെന്ന്, ഖബർ ശിക്ഷയില്ലെന്ന്. കേട്ടോ, മരണചിന്ത അവിടെയും വന്നു. ഏതെല്ലാം സ്ഥലങ്ങളിൽ ഡ്യൂട്ടിക്ക് പോവുകയാണ്, നമ്മൾ വാഹനത്തിൽ കയറുകയാണ്, കാറിലോ ബസ്സിലോ ഏതിലോ കയറുന്നു, അപ്പോഴും ചിന്തിപ്പിക്കുകയാണ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഞങ്ങൾ ഞങ്ങളുടെ യജമാനനായ റബ്ബിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകേണ്ടവർ തന്നെയാണ്. യാത്രാവാഹനത്തിൽ കയറി ഇരുന്നാൽ നമ്മൾ പറയേണ്ടതാണ്, മരിച്ചു പോകേണ്ട തന്നെ ഞങ്ങൾക്ക് അള്ളാൻ്റെ അടുത്തേക്ക് പോകണമെന്ന്. ജോലിക്ക് പോകുമ്പോൾ വാഹനത്തിൽ കയറുമ്പോഴൊക്കെ നമ്മൾ ഉണ്ടോ ആ ഓർമ്മയായി. ആലോചിച്ച് നോക്കി, ഏതൊക്കെ ഘട്ടത്തിലാണ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അദ്കാറു സബാഹ് നോക്ക്, പ്രഭാതത്തിൽ ചൊല്ലേണ്ട ദിക്റുകളിൽ അതില്ലേ പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, ഖബർ ശിക്ഷയെക്കുറിച്ച്, നരകശിക്ഷയെക്കുറിച്ച് അതിൽ പറയിപ്പിക്കുന്നുണ്ട്. വൈകുന്നേരത്തെ പ്രാർത്ഥനയിലും അതുണ്ട്. ഇനി രാവിലെയും വൈകുന്നേരവും മിനിമം പകലിലും രാത്രിയിലുമായി കൊണ്ട് ഓരോ തവണ പറയേണ്ടുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് തുടങ്ങുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ വരേണ്ടുന്ന ചിന്ത എന്താണ്? ആ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് വന്ന വാചകമാണ് നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത. എന്താ നബി തങ്ങൾ പറഞ്ഞത്? ആരെങ്കിലും ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതിൻ്റെ അർത്ഥവും ആശയവും ചിന്തിച്ച് അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായി ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് പകലിൽ ഒരു നേരം ആരെങ്കിലും പറഞ്ഞാൽ രാത്രിയാകുന്നതിൻ്റെ മുമ്പ് ആ മനുഷ്യൻ മരണപ്പെട്ടാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗക്കാരനാണ്. ഈ ദുആ രാത്രിയിൽ ഒരാൾ വളരെ മനസാന്നിധ്യത്തോടെ അത് ചൊല്ലിയാൽ രാവിലെയാകുന്നതിൻ്റെ മുമ്പ് മരണപ്പെട്ടാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗക്കാരനാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയുമ്പോഴൊക്കെ ദിവസം 2 നേരം നമ്മൾ മരണം ഓർക്കൂലേ? ഏതെങ്കിലും ഒരു പകലാ മരിക്കുക, അല്ലെങ്കിൽ രാത്രിയാ മരിക്കുക. ഇത് പകല് പറയണം, പകലായ ഉടനെ ചൊല്ലിന്ന് ഉറപ്പ് വരുത്തണം, രാത്രിയായ ചൊല്ലിന്ന് ഉറപ്പ് വരുത്തണം. ഏതൊക്കെ സമയങ്ങളിലെ സഹോദരതൊക്കെ എത്രണ്ണായി ഇപ്പം നമ്മൾ മരണചിന്ത നമ്മളെ മനസ്സിൽ കൊണ്ടുവരുന്നത്. ഇനി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുന്ന ദിക്റുകളിൽ മുഴുവനും അതാണുള്ളത്. ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യാ. കണ്ടോ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു, ഞാൻ ജീവിക്കുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മിക റബ്ബി വളഅ്തു ജംബി വബിക അർഫഉഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ഇതാ റബ്ബേ നിന്റെ നാമത്തിൽ നിന്റെ ശരീരം ഇതാ ഞാനിതാ ഈ കിടക്കയിൽ വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ ഇതിൽ നിന്ന് ഇനി ഉയരാൻ എനിക്ക് പറ്റുമോ? എൻ്റെ ബോഡിയെ ഈ ബെഡിൽ നിന്ന് ഉയർത്താൻ എനിക്ക് പറ്റുമോ? അറിയില്ല. അല്ലാഹുവേ അതിനെ സാധിക്കാത്ത വിധത്തിൽ നീ എൻ്റെ ആത്മാവിനെ അവിടെ പിടിച്ചു വെക്കുകയാണെങ്കിൽ, എന്നെ നീ മരിപ്പിക്കുകയാണെങ്കിൽ മുസ്ലിമായി മരിപ്പിക്കണേ, നല്ലവരുടെ മരണം മരിപ്പിക്കണേ. ഇനി അതല്ല, നീ എന്നെ തിരിച്ചയക്കുകയാണെങ്കിൽ, അഥവാ രാവിലെ എനിക്ക് ഉറക്കിൽ നിന്ന് ഉണരാൻ എനിക്ക് തൗഫീക്ക് കിട്ടുകയാണെങ്കിൽ, നിന്റേതായ യഥാർത്ഥ ദാസന്മാർക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷനും കാവലും സംരക്ഷണവും ഒക്കെ നൽകിയിട്ട് നിന്റെ ഹൈഫുള് നീ എനിക്കും തരണേ അല്ലാഹ്. ഉറങ്ങാൻ കൊടുക്കുമ്പോൾ പറയണം. 2ാമത്തെ ദിക്റിലും അതുണ്ട്. ഇനി 3ാമത്തെ ദിക്റിൽ അവസാനം പറയുന്ന ദിക്റോ അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക തുടങ്ങുന്ന ദിക്റില്ലേ, അതിൻ്റെ അവസാനം എന്താണ്? ആമൻതു ബി കിതാബിക്കല്ലദീ അൻസൽത വ ബി നബിയിക്കല്ലദീ അർസൽത. അതായിരിക്കണം അവസാനത്തെ വാചകം എന്ന് പറഞ്ഞില്ലേ? എന്താണ് കാരണം? അത് അവസാന വാചകമായി കൊണ്ട് നീ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു. ആ ഉറക്കിൽ നീ എങ്ങാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ ശുദ്ധ പ്രകൃതിയോടെയുള്ള മരണം നിനക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം അത് പറയുമ്പോൾ നമ്മളെ മനസ്സിലെന്താ? മരണാ കണ്ണില്. ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിലെ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ചൊല്ലിത്തീർക്കേണ്ടുന്ന അവസാന വാചകത്തിൽ വരെ മരണചിന്ത അല്ലാഹു തആല ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പേരെ അത് അറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ആ ചിന്തയോട് പറയുന്നുണ്ട്. അതിൻ്റെ ഒക്കെ പുറമെ വേറെയും പലതും അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. രോഗികളെ കാണാൻ പോകാൻ പറഞ്ഞു, മരണാസന്നനായവൻ്റെ അടുക്ക പോകാൻ പറഞ്ഞു, രോഗിയെ സന്ദർശിക്കാൻ പറഞ്ഞു. മരണം ആസന്നമാകുന്ന രോഗിയുടെ സമീപത്തെത്തുമ്പോൾ നമ്മളെ മനസ്സ് വല്ലാതെ വിഷമിക്കുകയാണ്. ഖബറുകൾ പോയി കാണാൻ പറഞ്ഞു.
ഞാൻ നിങ്ങളോട് ഖബറുകൾ സിയാറത്ത് ചെയ്യരുതെന്ന് വിലക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വിലക്ക് നീങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഖബറുകൾ പോയി സന്ദർശിച്ചോളൂ. അത് നിങ്ങൾക്ക് മരണചിന്തയുണ്ടാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? വണ്ടി ഓടിച്ചിങ്ങനെ പോകുമ്പോൾ ഗ്രേവ് യാർഡ് എന്നുള്ള ബോർഡ് ഇങ്ങനെ കാണുമ്പോൾ പറ്റുന്നുണ്ടെങ്കിലൊന്ന് കയറി നോക്കുന്നത് നല്ലതാണ്. മഖ്ബറയിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടാവും. എത്രായിരം മനുഷ്യന്മാരാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അവരൊക്കെ ഒരുപാട് പ്രോപ്പർട്ടി ഉള്ളവരായിരുന്നു, ഫ്ലാറ്റുകളുള്ളവരായിരുന്നു, മുന്തിയ വാഹനങ്ങളുണ്ടായിരുന്നു, ബാങ്ക് ബാലൻസ് ഒരുപാടുണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു, സൗന്ദര്യവാന്മാരായിരുന്നു, സുന്ദരികളായിരുന്നു, തറവാടികളായിരുന്നു, പലരുമായിരുന്നു. ഇപ്പോഴോ ആരുമില്ല. ആ ബോധമുണ്ടാകാൻ നിങ്ങൾ ഖബറുകൾ ഇടക്കിടക്ക് പോയി കാണൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബറുകൾ പോയി കാണണം. ജനാസകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ, ജനാസകൾ കാണുമ്പോൾ, ജനാനമസ്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ, മയ്യത്തുകൾ കാണുമ്പോൾ, ആംബുലൻസുകൾ ജനാസയും വഹിച്ചുള്ള ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞു പോകുന്നത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം. മരണത്തെക്കുറിച്ചുള്ള ചിന്ത ജീവിതത്തിൽ അതൊരുപാട് ഗുണങ്ങൾ ചെയ്യും, ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. മഹാനായ ഹസനുൽ ബസരിയുടെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഒരു രോഗിയെ കാണാൻ പോയിട്ടുള്ള ഒരു രോഗിയെ കാണാൻ പോയതാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നൊരു ചരിത്രമാണ്. രോഗിയെ കാണാൻ പോയപ്പോൾ ആ രോഗി മരണവെപ്രാളത്തിലാണ്. ആ രോഗി മരണസമയത്തുള്ള ആ രോഗിയുടെ വെപ്രാളവും പ്രയാസവും വിഷമങ്ങളുമൊക്കെ അദ്ദേഹം ഒരു നോക്ക് കണ്ടു. ശേഷം അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നു. വീട്ടുകാരി ഭക്ഷണം കൊടുത്തപ്പോൾ പറഞ്ഞു, യാ ഹിലാ അലൈക്കും ബി ത്വാമിക്കും വ ശറാബിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നെനിക്ക് ഭക്ഷണം വേണ്ട, ഇന്നെനിക്ക് ഭക്ഷണം വേണ്ട. അലൈക്കും ബി ത്വാമിക്കും വ ശറാബിക്കും. ഇന്നത്തെ ഭക്ഷണം വെള്ളമൊന്നും എനിക്ക് വേണ്ട, അവിടെ ഇരിക്കട്ടെ. വല്ലാഹി ലഖദ് റഅയ്തു മസ്റൻ ലാ അസാലു അഅമലുഹു ഹത്താ അൽഖാ. ഇന്ന് ഞാനൊരു രംഗം കണ്ടു, അതോർത്തിട്ട് ഞാൻ വല്ലാതെയായി പോകുന്നു. ഒരല്പസമയത്തിന് എനിക്കൊന്നും വേണ്ട, ഒന്നിനും എനിക്ക് കഴിയുന്നില്ല. റബ്ബിനെ കണ്ടുമുട്ടാൻ പോകുന്ന ദിവസത്തിൻ്റെ ഒരു ഗൗരവം എത്രയാണെന്ന് ഞാൻ ഇന്നാണ് കണ്ടത്. ആ മനുഷ്യൻ്റെ മരണവെപ്രാളവും പ്രയാസവും ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടപ്പോൾ കണ്ടോ, മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന ഒരു രംഗമാണത്. മനസ്സൊന്ന് ലോലമാകാൻ, കടുത്തുറച്ച കല്ലിനേക്കാൾ കടുത്ത ഹൃദയമുള്ള ഹൃദയങ്ങൾക്കൊരു ലോലത ലഭിക്കാൻ, തിന്മകളോടുള്ള അകലം വർദ്ധിക്കാൻ, തെറ്റുകളിൽ നിന്ന് മുക്തമാകാൻ. റബ്ബേ, നിന്റെ ശിക്ഷയുണ്ടല്ലോ, ഖബറിൽ ശിക്ഷയുണ്ടല്ലോ, നരകശിക്ഷ കിട്ടുമല്ലോ. തെറ്റി കാണാനുള്ള മോഹം വരികയാണ്. ഖുല്ലിൽ മുഅ്മിനീൻ, വിശ്വാസികളോട് പറയൂ പ്രവാചകരെ, യഗുദ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ അവരൊന്ന് ചിമ്പട്ടെ, താഴ്ത്തട്ടെ. വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യഭാഗങ്ങളെ അവർ കാത്തു സൂക്ഷിക്കട്ടെ. വഖുല്ലിൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോടും പറഞ്ഞേക്കു നബിയേ, യഗുദ്ദൂന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകൾ അവർ ഹറാമുകളിൽ നിന്ന് താഴ്ത്തട്ടെ. വയഹ്ഫളുന ഫുറൂജഹുന്ന, അതിലൂടെ അവരുടെ ഗുഹ്യഭാഗങ്ങളെ അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഒരുപോലെ അള്ളാഹു പറഞ്ഞത് എന്തോർത്തുകൊണ്ടാണ്? കണ്ണുകൾ. ആ കണ്ണുകൾ മടങ്ങിയാലേ നാളെ പരലോകത്ത് നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഇൻ ഫാറഖനി ദിക്റുൽ മൗതി സാഅതൻ ഫസദ ഖൽബി. മരണചിന്ത ഒരു നാഴിക നേരത്തേക്ക്, ഒരല്പനേരത്തേക്ക് എൻ്റെ കൽബിൽ നിന്ന് മരണചിന്തയങ്ങ് വിട പറഞ്ഞാൽ ഫസദ ഖൽബി, എൻ്റെ കൽബദാ ഫസാദായി പോകുന്നു. ഹൃദയം ദുഷിക്കുകയാണ്, ഹൃദയം ദുഷിക്കുകയാണ്. അതുകൊണ്ട് തിന്മകൾ ചെയ്യാൻ മനസ്സിന് താല്പര്യം തോന്നുമ്പോൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മയും പരലോകബോധവും കൊണ്ടല്ലാതെ ഒരു തിന്മയിൽ നിന്നും വിട്ടുനിൽക്കാൻ ഇന്ന് മനുഷ്യന് ഒരു പ്രയാസം, വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാലമാണ്. റബ്ബിനെക്കുറിച്ച് ഓർത്തിട്ടല്ലാതെ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനാവില്ല.
പണ്ടൊക്കെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആളുകൾ അറിയും, ആൾക്കാർ കാണുന്നുള്ള പേജാറെങ്കിലും ഉണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ആവശ്യമല്ല. അത്രയും നമ്മുടെ കൈകളിലുള്ള സ്മാർട്ട് ഫോണുകളും നമ്മുടെ സംവിധാനങ്ങളും അത്രയും നമുക്ക് സ്വകാര്യത ഉറപ്പുവരുത്തണം. ആരാരും കേൾക്കുന്നില്ല, അറിയുന്നില്ല. എൻ്റെ ലോകം, എൻ്റെ ലോകം. മാതാപിതാക്കൾക്ക് നിയന്ത്രണം ഉണ്ടോ? നിയന്ത്രിക്കാൻ കഴിയൂല. ആർക്കും നോക്കിയിരിക്കാൻ കഴിയൂല. റബ്ബിനെ പേടിയല്ലാതെ നിവൃത്തിയില്ല. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിന്റെ റബ്ബ് സദാ നിരീക്ഷിക്കുന്ന നിരീക്ഷകനാണ്. അവൻ നിരീക്ഷണ സ്ഥലത്ത് തന്നെയാ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. നിശ്ചയം അല്ലാഹു നിങ്ങളുടെ മേൽ സദാ നിരീക്ഷകനായിട്ടുണ്ട്. മരിച്ചു പോകണം, ഖബറിൽ കിടക്കണം, പരലോകത്ത് ചോദ്യം വരും. ഈ ചിന്തകൾ കൊണ്ടൊന്നുമല്ലാതെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ എന്താ നമുക്ക് വേറെ പ്രേരകം? അത്രക്ക് സൗകര്യങ്ങൾ വർദ്ധിച്ചൊരു കാലത്താണ് സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത്. അത്രക്ക് സൗകര്യങ്ങളാണെന്ന് ലോകത്ത്. അതുകൊണ്ട് എന്താ വേണ്ടത്? ഈ ഒരു ചിന്തയുണ്ടാക്കലാണ് വേണ്ടത്. അവനാണ് ശരിക്കും ബുദ്ധിമാൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് സഹാബിയായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ്, കുൻതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനൊരിക്കൽ റസൂലുള്ളാഹിൻ്റെ കൂടെ ആയിരിക്കുന്ന വേളയിൽ ഫജാഅഹു റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി വന്നിട്ട് ഫസല്ലമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സലാം ചൊല്ലിയിട്ട് അവിടുന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, സത്യവിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠവാൻ ആരാണ്? നബി തങ്ങൾ പറഞ്ഞു, അഹ്സനുഹും ഖുലുഖാ, അവനിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാരോ അവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അടുത്ത ചോദ്യം, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാ നബിയേ? ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? നബി തങ്ങളുടെ മറുപടി, അക്സറുഹും ലിൽ മൗത്തി ദിക്റാ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ ഉലൈകൽ അഖിയാസ്. മുഅ്മിനീങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാന്നറിയോ? കൂടുതൽ മരണത്തെ ഓർക്കുന്നവൻ, അതിനുവേണ്ടി നന്നോണം അധ്വാനിക്കുന്നവൻ. ഉലൈകൽ അഖിയാസ്, അവരാണ് ബുദ്ധിമാന്മാർ. അതുകൊണ്ട് തൗബയിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും ധനം ചെലവഴിക്കുന്നതിലൂടെയും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവരവരാൽ കഴിയുന്ന നിലക്ക് ആളുകളെ ക്ഷണിക്കുന്നതിലൂടെയും നന്മ കൽപ്പിക്കുന്നതിലൂടെയും തിന്മ വിരോധിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ സൃഷ്ടികൾക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊട്ടാവുന്ന ഏതൊക്കെ സഹായ സഹകരണങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക്, സഹജീവികൾക്ക് ചെയ്തു കൊടുക്കാനാകുമോ അതൊക്കെ ചെയ്യുന്നതിലൂടെയും ഇബാദത്തുകൾ അധികരിപ്പിക്കുന്നതിലൂടെ, സുന്നത്തുകൾ അധികരിപ്പിക്കുന്നതിലൂടെ, വിജ്ഞാനം നേടുന്നതിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, പഠനത്തിലൂടെ, ചിന്തയിലൂടെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ജീവിതത്തിൻ്റെ സുഖങ്ങളിലും സൗകര്യങ്ങളിലും വഞ്ചിതനായിക്കൊണ്ട് ഈ ചിന്തയിൽ നിന്ന് മനസ്സെന്ന് മാറി നിൽക്കുന്നുവോ നമ്മൾ അന്ന് വലിയ ബുദ്ധിഹീനരായി മാറുകയാണ്. ബുദ്ധിമോശമാണ് സംഭവിക്കുന്നത്, വിഡ്ഢിത്തമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇത് നമ്മൾ അറിയണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണുക. നിങ്ങൾ പേടിച്ചോടിപ്പോകുന്ന മരണമുണ്ടല്ലോ, നിങ്ങൾ എവിടെ ഓടിയിട്ടും കാര്യമില്ല. ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നബിയെ പറഞ്ഞു കൊടുക്ക്, നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്ന് പേടിച്ചോടുന്നുവോ, എവിടേക്കോടാനാണ്? ഫഇന്നഹു മുലാഖീകും, നിങ്ങളതിനെ കണ്ടുമുട്ടുന്നവർ തന്നെയാണ്. കണ്ടുമുട്ടിയിട്ട് തീർന്നുവോ എന്നാ പിന്നെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സുമ്മ തുറദ്ദൂൻ, പിന്നീട് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. ഇലാ ആലിമിൽ ഗൈബി വശഹാദ, രഹസ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ ഒരുപോലെ അറിയാൻ അള്ളാന്റെ അടുത്തേക്കാ പോകേണ്ടത്. ദുന്യാവിലെ മനുഷ്യന്മാരുടെ അടുത്തേക്കാ വിചാരണ എന്നുണ്ടെങ്കിൽ അവർക്ക് പലതും അവരറിയാത്തതുണ്ട്, കാണാത്തതുണ്ട്, കേൾക്കാത്തതുണ്ട്. അള്ളാഹ് അങ്ങനെയല്ലല്ലോ. ആലിമുൽ ഗൈബി വശഹാദയാണ്, ദൃശ്യാദൃശ്യങ്ങൾ ഒരുപോലെ അറിയുന്നവനാണ്. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ,
നിങ്ങളുടെ ഓരോ അമലുകളെയും അവൻ നിങ്ങൾക്ക് എണ്ണി എണ്ണി പറഞ്ഞു തരും. അതുകൊണ്ട് ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ അധികരിപ്പിക്കണം സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെക്കൊണ്ട് ഓർമ്മിപ്പിക്കാനുള്ള ദിക്റുകളിലും സന്ദർഭങ്ങളിലുമെങ്കിലും ആ ഒരു ചിന്ത വരണമെങ്കിൽ ആ ദിക്റുകളുടെയും ദുആകളുടെയൊക്കെ അർത്ഥവും ആശയവും നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. ഇപ്പോഴും പറയാവുന്ന കാര്യം സാന്ദർഭികമായി ഇപ്പോഴും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ നിലക്ക് മരണചിന്തയോടുകൂടി ജീവിച്ച് പരലോകബോധത്തോടെ ജീവിച്ച് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നന്മകളിൽ ഉത്സുകരാകുവാനും ഉത്സാഹമുള്ളവരാകുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.